ഫ്രണ്ട്സ്, എല്ലാവർക്കും ചെമ്പനീർപ്പൂവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ചെമ്പനീർപ്പൂവിൽ വരാനിരിക്കുന്ന ഒരു ഭാഗത്തിൻ്റെ വീഡിയോ ആണ് ഞാൻ ചെയ്യുന്നത്. അങ്ങനെ നമ്മുടെ സച്ചിയുടെ നിരപരാധിത്വം രേവതിയായിട്ട് തെളിയിച്ചിരിക്കുകയാണ്. ആ ഒരു സന്തോഷത്തിലാണ് സച്ചി ഉള്ളത്. എന്തായാലും രേവതി അറിഞ്ഞു, ഇനി അച്ഛനും കൂടി അറിഞ്ഞു കഴിഞ്ഞാൽ തനിക്ക് സന്തോഷമായി എന്നൊക്കെ സച്ചി പറയുന്ന സമയത്ത് ഞങ്ങൾ മാത്രം അറിഞ്ഞാൽ പോലെ ലോകം മുഴുവൻ സച്ചിയുടെ നിരപരാധിയാണെന്ന് അറിയണം. അതിന് വേണ്ടിയിട്ട് സച്ചിൻ്റെ വീഡിയോ പോസ്റ്റ് ചെയ്യേണ്ടതുണ്ട്. ശ്രീകാന്ത് നീ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യാനായിട്ട് രേവതി പറയുന്ന സമയത്ത് സച്ചിയുടെ കൂടെ മനസ്സുറന്ന് സംസാരിക്കുന്ന ഒരു വീഡിയോ കൂടെ അതിൻ്റെ കൂടെ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നല്ലതായിരിക്കും എടുത്തത്. അതുകൊണ്ട് തന്നെ സച്ചിയുടെ കൂടെ സംസാരിക്കട്ടെ എന്നും പറഞ്ഞുകൊണ്ട് സച്ചി മനസ്സുറന്ന് സംസാരിക്കുന്ന ഒരു വീഡിയോ കൂടി ആ കൊടുത്തിട്ട് പോസ്റ്റ് ചെയ്യാം കേട്ടോ. അങ്ങനെ ആ ഒരു വീഡിയോ വൈറലാവുന്നുണ്ട്. നമ്മുടെ സച്ചിയുടെ നിരപരാധിത്വം എല്ലാവരും അറിയുന്നത് മാത്രമല്ല, പോലീസ് സ്റ്റേഷനിലേക്ക് സച്ചിയെ വിളിച്ചു വരുത്തിയതിന് ശേഷം പോലീസുകാർ സച്ചിക്ക് വണ്ടി തിരികെ കൊടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അങ്ങനെ പ്രശ്നങ്ങളെല്ലാം സോൾവായി വളരെയധികം സന്തോഷത്തോടുകൂടി പോകുന്ന സമയത്ത് നമ്മുടെ ശ്രീകാന്ത് ജോലിയെ കഴിഞ്ഞ് വീട്ടിലേക്ക് വരുന്ന സമയത്ത് റൂം തുറക്കുന്ന സമയത്ത് റൂമിൻ്റെ ഉള്ളിൽ വർഷ തൻ്റെ ഡ്രസ്സ് ഇട്ടുകൊണ്ട് ഡാൻസ് കളിക്കുന്ന രംഗമാണ് കാണുന്നത്. വേഗം തന്നെ റൂമിനകത്തേക്ക് തന്നെ ശ്രീകാന്ത് വർഷയുടെ ഫോൺ ഓഫ് ചെയ്യാണ്. പെട്ടെന്ന് തന്നെ പാട്ട് നിൽക്കുന്നതുകൊണ്ട് ആരായിരിക്കും തൻ്റെ ഫോൺ ഓഫ് ആക്കിയതെന്നും പറഞ്ഞിട്ട് വർഷ തിരിഞ്ഞു നോക്കുന്ന സമയത്ത് ശ്രീകാന്തിനെ കാണാണ്. ശ്രീകാന്ത് വേഗം തന്നെ ഡോറൊക്കെ അടിച്ചതിന് ശേഷം വർഷയോട് ചോദിക്കുന്നു, നീ എന്താ എൻ്റെ ഡ്രസ്സ് എടുത്തിട്ടേക്കുന്നതെന്ന് ചോദിക്കുന്ന സമയത്ത് പ്രത്യേകിച്ച് ഒന്നുമില്ല, പോയിട്ട് വന്നപ്പോൾ എനിക്ക് നിൻ്റെ ഡ്രസ്സ് കണ്ടു, അതിട്ട് കഴിഞ്ഞപ്പോൾ ഭയങ്കര കംഫർട്ടായിട്ട് തോന്നി, അതുകൊണ്ടാണ് ഞാൻ നിൻ്റെ ഡ്രസ്സ് ഇട്ടതെന്നൊക്കെ വർഷ പറയുന്ന സമയത്ത് മര്യാദയ്ക്ക് എൻ്റെ ഡ്രസ്സ് കൊടുത്താൽ വർഷ എന്ന് ശ്രീകാന്ത് പറയുന്നുണ്ടെങ്കിൽ വർഷ പറയുകയാണ്, ഇന്നിപ്പോൾ ഇങ്ങനെ ഇരിക്കട്ടെ, നീ ഒരു കാര്യം ചെയ്യുക, എൻ്റെ ഡ്രസ്സ് അവിടെ ഇരിപ്പുണ്ട്, അത് നീ എടുത്ത് ഇട്ടോളാൻ പറയുന്നുണ്ട്. ആ ഒരു സമയത്ത് ശ്രീകാന്ത് പറയുന്നത്, നീ എന്താ വർഷയിൽ പറയുന്നത്, നീ എൻ്റെ ഡ്രസ്സ് ഇടുന്ന പോലെയാണ് ഞാൻ നിൻ്റെ ഡ്രസ്സ് ഇടുന്നത്, പെണ്ണുങ്ങളുടെ ഡ്രസ്സ് ഏതെങ്കിലും ആണുങ്ങൾ ഇട്ട് കണ്ടിട്ടുണ്ടോ എന്ന് ചോദിക്കുന്ന സമയത്തും അതിനിപ്പോൾ എന്താ എല്ലാ കാര്യത്തിലും ഈക്വാലിറ്റി വേണം. അപ്പോൾ ആൺപിള്ളേരെ ഡ്രസ്സ് ഇട്ടുകൊണ്ട് എന്തോരം പെൺകുട്ടികൾ പുറത്തിറങ്ങുന്നു, അതുപോലെ ഇടയ്ക്കൊക്കെ പെൺകുട്ടികളുടെ ഡ്രസ്സ് ആൺകുട്ടികളുടെ ഇട്ടുമെന്ന് വെച്ചാൽ ഒരു കുഴപ്പം പറ്റാൻ പോകുന്നില്ല എന്നൊക്കെ വർഷ പറയുന്നുണ്ട്. അങ്ങനെ ഇവർ തമ്മിൽ ചെറിയ തർക്കങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നുണ്ട്. അവസാനം നമ്മുടെ വർഷ തന്നെയാണ് വിജയിക്കുന്നത്. അതുകൂടെ വർഷ ഒരു കണ്ടീഷനും കൂടെ വെക്കുന്നുണ്ട്. അതായത് ശ്രീകാന്തിന് തന്നോട് ഒരുപാട് സ്നേഹം ഉണ്ടെന്നാണെങ്കിൽ ശ്രീകാന്ത് ഇപ്പോൾ ഞാനിടുന്ന ഒരു നൈറ്റി ഇട്ടുകൊണ്ട് പോയിട്ട് തനിക്കൊരു ചായ ഉണ്ടായിക്കൊണ്ട് വരുമെന്ന് പറയാം കേട്ടോ. ആദ്യമൊക്കെ ശ്രീകാന്ത് മടിക്കുമെങ്കിലും വർഷയുടെ വാശിക്ക് മുന്നിൽ ശ്രീകാന്ത് തോക്കുകയാണ്. ശ്രീകാന്ത് വർഷയുടെ നൈറ്റിയൊക്കെ ഇട്ടുകൊണ്ട് വരുന്നുണ്ട്. അതിനുശേഷം ശ്രീകാന്ത് ഡ്രസ്സ് ഒരു മാറ്റാൻ തുടങ്ങുന്ന സമയത്താണ് വർഷ ഇങ്ങനെ ഒരു ഡിമാൻഡ് വെക്കുന്നത് കേട്ടോ. ഇവിടെ തന്നെ ശ്രീകാന്ത് പറയുന്നത്, വർഷ അതെങ്ങനെ ശരിയാവും, റൂമിൻ്റെ ഉള്ളിൽ നമ്മൾ മാത്രമേ ഉള്ളൂ, ഇവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ ശരിയാവില്ല, എല്ലാവരും കണ്ടുകഴിഞ്ഞാൽ നാണക്കേടാണെന്നൊക്കെ പറയുന്ന സമയത്ത് ആര് കാണാൻ എല്ലാവരും കടന്നു തുടങ്ങി, ഇപ്പോൾ ആരും കാണാനൊന്നുമില്ല, നീ എനിക്ക് വേണ്ടിയിട്ട് ഒരു ചായ ഇട്ടുകൊണ്ട് വരാൻ പറയാം. പക്ഷേ അങ്ങനെ നമ്മുടെ ശ്രീകാന്ത് വർഷയ്ക്ക് വേണ്ടി ചായ ഇടാൻ പോകുന്ന സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി ആരുമില്ല എന്നൊക്കെ ഉറപ്പ് വരുത്തിയതിന് ശേഷമാണ് അടുക്കളയിലേക്ക് കയറി ചെല്ലുന്നത്. അടുക്കളയിൽ കയറി വെള്ളം എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് കേട്ടോ ഒരാൾ നടന്നു വരുന്നതായിട്ട് ഒരു ചെറിയ കാൽപാത ശബ്ദം കേൾക്കുന്നത്. പെട്ടെന്ന് ശ്രീകാന്ത് ഡോറിൻ്റെ സൈഡിലേക്കായിട്ട് മറിഞ്ഞു നിൽക്കുന്നുണ്ട്. വരുന്നത് മറ്റാരുമല്ല, ശ്രുതിയാണ്. ശ്രുതി രാത്രി കുടിക്കുന്നതിന് വേണ്ടിയിട്ട് കുപ്പിയിൽ വെള്ളം നിറയ്ക്കാനായിട്ട് വരുന്നതാണ്. വന്നിട്ട് അതേ രീതിയിൽ തന്നെ തിരിച്ചു പോവുകയും ചെയ്യുന്നുണ്ട്. അവർ പോയി കഴിയുമ്പോൾ ശ്രീകാന്തിന് ആശ്വാസമാവുകയാണ്. വേഗം തന്നെ ഡോറിൻ്റെ സൈഡിലേക്ക് തന്നിട്ട് ആരും ഇല്ല എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം ചായ വെക്കാൻ തുടങ്ങുകയാണ്. ഈ ഒരു സമയം തന്നെ ചന്ദ്രയ്ക്ക് കടന്നിട്ട് ഉറക്കം വരുന്നില്ല കേട്ടോ. വിശപ്പ് സഹിക്കാനാകാതെ എഴുന്നേറ്റിരിക്കുന്ന സമയത്ത് രവി ചോദിക്കുന്നുണ്ട്, എന്ത് പറ്റി ചന്ദ്ര എന്ന് ചോദിക്കുന്ന സമയത്ത് എനിക്ക് വിശപ്പ് സഹിക്കാനാകുന്നില്ല, അടുക്കളയിൽ പോയി എന്തെങ്കിലും ഉണ്ടോ എന്ന് ഞാൻ നോക്കട്ടെ, കുറച്ച് എന്തെങ്കിലും കഴിച്ചാൽ മതി, ഞാൻ വേഗം വരാമെന്നും പറഞ്ഞുകൊണ്ട് ചന്ദ്ര അടുക്കളയിലേക്ക് കയറാൻ നിൽക്കുന്ന സമയത്താണ് അടുക്കളയിൽ ഒരു അനക്കം കേൾക്കുന്നത് കേട്ടോ. എന്നിട്ട് ആരായിരിക്കുമെന്ന് കരുതിക്കൊണ്ട് നമ്മുടെ ചന്ദ്ര ഒളിഞ്ഞു നോക്കുന്ന സമയത്ത് ബാക്കിൽ നിന്ന് മാത്രമാണ് കാണുന്നത് ഒരു നൈറ്റ് ഇട്ട ഒരാൾ അടുക്കളയിൽ നിൽക്കുന്നത്. അത് നമ്മുടെ രേവതി അല്ല എന്ന് ഉറപ്പാണ് തന്നെ. വേഗത്തിന് ചന്ദ്ര അടുക്കളയുടെ ഡോറ് പുറത്തുനിന്ന് പൂട്ടിയതിന് ശേഷം ഉറക്കെ വിളിച്ചോട്ടെ, വേഗം വാ, എല്ലാവരും ഓടിവായോ, അതേ അടുക്കളയിലേക്ക് ഒരു കള്ളി കയറിയിരിക്കുന്നു, പെരും കള്ളി എന്ന് പറഞ്ഞോട് ഒച്ചെടുക്കുന്ന സമയത്ത് നമ്മുടെ ശ്രീകാന്ത് വേഗം തന്നെ ഇങ്ങനെ അപ്പുറത്തും ഇപ്പുറത്തും കഴിഞ്ഞ് വെപ്രാളം കാണിക്കുകയാണ്. ഇനിയിപ്പോൾ എന്താ ചെയ്യുക, പിടിക്കപ്പെട്ടു ഇനി രക്ഷയില്ല എന്നും പറഞ്ഞിട്ട് ശ്രീകാന്ത് ഇങ്ങനെ നീങ്ങി നിൽക്കുകയാണ്. പെട്ടെന്ന് വന്നിട്ട് എല്ലാവരും ചോദിക്കുന്നുണ്ട്, എന്താ അമ്മ എന്താ പ്രശ്നം ചോദിക്കുന്ന സമയത്ത് അടുക്കളയിൽ ഒരു കള്ളി കയറിയിട്ടുണ്ട്, പെരുങ്കള്ളിയാണ്, അവൾ നൈറ്റി ഇട്ടാണ് നിൽക്കുന്നതെന്നൊക്കെ പറയുന്ന സമയത്ത് അതങ്ങനെ ശരിയാവുമ്പോൾ ഡോറൊക്കെ കറക്റ്റായിട്ട് പൂട്ടിയിട്ടുണ്ടല്ലോ, പിന്നെ എങ്ങനെ കള്ളി കയറുന്നതെന്ന് രേവതി ചോദിക്കുന്ന സമയത്ത്, പിന്നെ നിന്റെ പൂട്ടലല്ലേ, മിക്കവാറും ഞാൻ ഡോറൊന്നും പൂട്ടിയിട്ടുണ്ടാവില്ല, നീ നിന്റെ ഭർത്താവിൻ്റെ കൂടെ കടന്നിറങ്ങാനായിട്ട് വേഗം പോയി കാണാമെന്നൊക്കെ പറഞ്ഞിട്ട് ചന്ദ്ര ആ ഒരു സമയത്ത് രേവതിനെ കുറ്റപ്പെടുത്തുന്നൊക്കെയാണ് കേട്ടോ. വേഗം തന്നെ ചന്ദ്ര പറഞ്ഞത് കണ്ടില്ല, അവൾ പെരുങ്കള്ളിയാണ്, അവൾ മുഖം മറയ്ക്കുന്നതിന് വേണ്ടിയിട്ടാണ് ലൈറ്റ് ഓഫ് ചെയ്തതെന്നൊക്കെ പറയുന്ന സമയത്ത് എന്തായാലും അടുക്കളയിൽ ആരാണെന്ന് അറിയില്ല, അതുകൊണ്ട് തന്നെ ഞാൻ പോയി നോക്കാമെന്നും പറഞ്ഞിട്ട് സച്ചി അടുക്കളയിലേക്ക് കയറി ചെല്ലാണ്. ആ ഒരു സമയം തന്നെ രവി പറയുന്നുണ്ട്, മോനെ സച്ചി സൂക്ഷിച്ച് അവരുടെ കയ്യിൽ എന്തെങ്കിലുമൊക്കെ ആയിട്ടൊക്കെയാണ്, നീ ലൈറ്റ് ഇടുക എന്ന് പറഞ്ഞിട്ട് അടുക്കളയിലേക്ക് സച്ചി എന്ന ഉടനെ തന്നെ ലൈറ്റ് ഇടാൻ കേട്ടോ. ഇതാണ്ടാണെങ്കിൽ നൈറ്റ് ഒക്കെ ഇട്ട് തലവഴി തോർത്തൊക്കെ ഇട്ട് മുഖം മറിച്ച് നിൽക്കുകയാണ്. പെട്ടെന്ന് തന്നെ സച്ചി ചോദിക്കുന്ന ആരടി നീ എന്ന് ചോദിക്കുന്നുണ്ടെങ്കിൽ ശ്രീകാന്തിന് ഒരു അക്ഷരം പോലും മിണ്ടാൻ പറ്റുന്നില്ല. സച്ചി വേഗം തന്നെ ശ്രീകാന്തിന് ബാക്കിൽ നിന്ന് ഇങ്ങനെ പിടിച്ചു വലിച്ച് എല്ലാവരും മുന്നിൽ കൊണ്ട് നിർത്തുക. ആ ഒരു സമയത്ത് ശ്രീകാന്ത് മുഖം ഇങ്ങനെ മറിച്ചിട്ടേക്കാണ്. വേഗം തന്നെ സച്ചി ശ്രീകാന്തിന്റെ മുഖത്തുള്ള ആ ഒരു തുണി മാറ്റുന്ന സമയത്ത് സച്ചി അടക്കം എല്ലാവരും ആകെ ഞെട്ടിപ്പോണ്ട്. എന്നിട്ട് ഒരു സമയം തന്നെ ഒച്ചപ്പാടും ബഹളവും കേട്ടുകൊണ്ട് വർഷ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. എൻ്റെ ശ്രീകാന്ത് ഇങ്ങനെയൊക്കെ ഒരു വേഷം കെട്ടിയെന്ന് ചന്ദ്ര ചോദിക്കുന്ന സമയത്ത് അല്ലാണ്ട് ഞാൻ പറഞ്ഞിട്ട് ശ്രീകാന്ത് ഇങ്ങനെ ഡ്രസ്സ് ഇട്ടേന്ന് വർഷ പറയുമ്പോഴത്തേക്ക് എല്ലാവരും കൂടെ വർഷയെ നോക്കുവാട്ടോ. വർഷയെ നോക്കുന്ന സമയത്ത് വർഷ ഇട്ടേക്കുന്ന ശ്രീകാന്തിന്റെ ഡ്രസ്സും
അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഡ്രസ്സ് ചേഞ്ച് ചെയ്തിട്ടേക്കുന്ന കാണുമ്പോൾ തന്നെ രവിക്കും അതുപോലെ തന്നെ ചന്ദ്രയ്ക്ക് ചെറിയ ബുദ്ധിമുട്ടൊക്കെ തോന്നുന്നുണ്ട്. ചന്ദ്ര ചെറുതായിട്ടാണെങ്കിൽ പക്ഷേ വഴക്ക് പറഞ്ഞിട്ടാണ് അവിടെ നിന്ന് പോകുന്നത്. എന്നാൽ ഈ ഒരു വേഷത്തിൽ നമ്മുടെ ചേട്ടന്മാർ രണ്ടുപേരുണ്ടല്ലോ, സുധിയും സച്ചിയും കൂടി അവരതൊരു ആഘോഷമാക്കാണ്. ശ്രീകാന്തിനെ മുൻനിർത്തിക്കൊണ്ട് തന്നെ ഇവർ സെൽഫി എടുക്കുന്നു. ശ്രീകാന്തിനെ എടി കള്ളി എന്നൊക്കെ വിളിച്ചുകൊണ്ട് ഇങ്ങനെ കൊഞ്ചിക്കാരൊക്കെ ആയിട്ട് ചെല്ലുന്നു. അങ്ങനെ ഒരു നല്ല അടിപൊളി എപ്പിസോഡ് നമുക്ക് വരാനിരിക്കുന്നത്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കൂടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.